വെറും 21 രൂപയ്ക്കോ ഒരു സർക്കാർ കമ്പനിയുടെ ഓഹരികൾ സ്വന്തമാക്കാൻ സാധിച്ചാലോ? കേൾക്കുമ്പോൾ അതിശയം തോന്നാം, എന്നാൽ സംഗതി സത്യമാണ്. ഇന്ത്യയിലെ കൽക്കരി ഉൽപാദന ഭീമനായ കോൾ ഇന്ത്യയുടെ ഉപകമ്പനി ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് അഥവാ PCCLന്റെ IPO ഉടൻ വിപണിയിലെത്തുകയാണ്. സാധാരണക്കാർക്കും നിക്ഷേപകർക്കും ഒരുപോലെ താല്പര്യമുള്ള ഈ IPOയെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ കമ്പനിയുടെ പ്രത്യേകത എന്ന് നോക്കാം. കോൾ ഇന്ത്യയുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നാണ് BCCL. ഇന്ത്യയിലെ സ്റ്റീൽ നിർമ്മാണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത കോക്കിംഗ് കോൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സ്ഥാപനമാണിത്. ടാറ്റ സ്റ്റീൽ, സെയിൽ തുടങ്ങിയ വൻകിട കമ്പനികൾക്ക് കൽക്കരി എത്തിക്കുന്നത് ഇവരാണ്. നമ്മുടെ രാജ്യം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുമ്പോൾ സ്റ്റീലിന് ഡിമാൻഡ് കൂടും. അത് സ്വാഭാവികമായി BCCL പോലുള്ള കമ്പനികൾക്ക് ഗുണകരമാകും. ഇനി ഈ IPOയുടെ കണക്കുകളിലേക്ക് വരാം. ഏകദേശം 1071 കോടി രൂപ വിപണിയിൽ നിന്ന് സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിലേറ്റവും ആകർഷകമായ കാര്യം ഇതിന്റെ വില തന്നെയാണ്. 21 രൂപ മുതൽ 23 രൂപ വരെയാണ് ഒരു ഓഹരിയുടെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2026 ജനുവരി 9 വെള്ളിയാഴ്ചയാണ് IPO ആരംഭിക്കുന്നത്. ജനുവരി 13 ചൊവ്വാഴ്ച വരെ IPOയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ജനുവരി 14 ബേസിക് അലോട്ട്മെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. IPO ലഭിച്ചവർക്ക് ജനുവരി 15 മുതൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റിംഗ് തുടങ്ങും. ലഭിക്കാത്തവർക്ക് അന്നേ ദിവസം റീഫണ്ട് നടപടികൾ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലിസ്റ്റിംഗ് ജനുവരി 16 നിശ്ചയിച്ചിരിക്കുന്നത്. പലപ്പോഴും വമ്പൻ IPOകളിൽ ഓഹരി വില നൂറുകളിലും ആയിരങ്ങളിലും എത്തുമ്പോൾ സാധാരണക്കാർക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വിലയിലാണ് ഈ സർക്കാർ ഓഹരി എത്തുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇത് ഓഹരി വാങ്ങാനുള്ള ഒരു നിർദ്ദേശമല്ല. ഏതൊരു നിക്ഷേപവും സ്വന്തം റിസ്കിൽ വേണം ചെയ്യാൻ. സെബിയുടെ നിബന്ധനകൾ പ്രകാരം ഇത്തരം IPOകളെ കുറിച്ച് പഠിച്ചു മാത്രം തീരുമാനമെടുക്കുക. ഈ കുറഞ്ഞ വില നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണിത്. കോൾ ഇന്ത്യ എന്ന മഹാരത്ന കമ്പനിയുടെ പിൻബലമുള്ളതിനാൽ തന്നെ വിപണി വിദഗ്ധർ ഈ IPOയെ വളരെ താല്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. എങ്കിലും കൽക്കരി ഖനന മേഖലയിലെ പരിസ്ഥിതി നിയമങ്ങളും ആഗോള വിപണിയിലെ കൽക്കരി വിലയും ഈ കമ്പനിയുടെ ലാഭക്ഷമതയെ ബാധിച്ചേക്കാം. അതുകൊണ്ട് കമ്പനിയുടെ റെഡ് ഹെയറിംഗ് പ്രോഡക്ട്സ് കൃത്യമായി വായിച്ചു നോക്കാൻ മറക്കരുത്. കുറഞ്ഞ വിലയിൽ ഒരു സർക്കാർ ഓഹരി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമായിരിക്കാം. IPO തീയതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഇത് നിങ്ങളെ അറിയിക്കുന്നതാണ്. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി ഇക്കണോമിക്സ് ടൈംസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.